എന്റെ പ്രിയപ്പെട്ടവരെ, എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കുമല്ലോ. അത് പള്ളിയിലാണോ, റോട്ടിലാണോ, ഹോസ്പിറ്റലിലാണോ, വീട്ടിലാണോ, എവിടെയാണ് വെച്ചാണ് നമ്മൾ മരിക്കുന്നതെന്നറിയില്ല. അല്ലാഹു പറയുകയാ, മരിച്ചാൽ എങ്ങനെ മരിക്കണമെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, പടച്ചവനെ, നിങ്ങൾ മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കണേ, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഊതുന്ന പെങ്ങളെ അല്ല തരും മോളെ. ഈമാനുള്ള മരണം വേണോ? ഈമാനുള്ള മരണം വേണോ? ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണോ? ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം വേണോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത അല്ല കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണമാ, നല്ല മരണമാ, നല്ല മരണമാ. ചെറുപ്പക്കാരാ, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയാൽ അല്ല തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ ജനാസ കണ്ടവരാ. അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. മയ്യത്ത് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മയ്യത്ത് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങളൊക്കെ എത്ര ആൾക്കാരുടെ ജനാസ കണ്ടതാ, പക്ഷേ കണ്ട എല്ലാവരെയും നിങ്ങൾക്ക് ഓർമ്മയില്ല. എന്നാ ചിലരെ നല്ല ഓർമ്മയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട എല്ലാ മയ്യത്തുകളും നിങ്ങൾക്ക് ഓർമ്മയില്ല, എന്നാ ചില മയ്യത്തുകൾ നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. എന്തുകൊണ്ട്? അവരുടെ മുഖത്ത് പ്രകാശമുണ്ടായിരുന്നു, അവരുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു. നീ തന്നെ പറഞ്ഞില്ലേ മരിച്ചാൽ ഇങ്ങനെ മരിക്കണമെന്ന്. ഖുർആൻ ഓതുന്നവർക്ക് അല്ല തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, നിന്റെ മയ്യത്ത് കണ്ടവര് നിന്നെ മറക്കൂല. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. നിന്റെ മയ്യത്ത് കാണുന്നവര് പറയും, ഇങ്ങനെ മരിക്കണോ? മരിച്ച കണ്ടോ? ഉറങ്ങുന്ന പോലെ കിടക്കുന്നുണ്ടോ? അവന്റെ മുഖത്ത് പ്രകാശം കണ്ടോ? അവന്റെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടോ? അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. ചില മയ്യത്തിന്റെ മുഖത്ത് നോക്കാൻ പേടിയാ, എന്നാൽ ചിലരുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നൂല്ലടോ. ചിരിച്ചുകൊണ്ട് കിടക്കും, എന്തൊരു പ്രകാശം. അൽഹംദുലില്ലാഹ്, അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പൊ ഖുർആൻ ഓതുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം, നിന്റെ മുഖം കണ്ടവരൊക്കെ ഓർക്കും. നിന്റെ മുഖം അങ്ങനെ മറന്നു പോകാത്ത ഒരു മുഖമാകും. അൽഹംദുലില്ലാഹ്, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാണ്. ചെറുപ്പക്കാരാ, ഉസ്താദേ ഖുർആൻ ഓതാട്, ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഇന്ന് മുതൽ ഓതും ഉസ്താദ്. ഇഖ്ലാസ് ഓതാതെ ഉറങ്ങില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കൈകൊണ്ട് തൊടും ഉസ്താദ്. തീരുമാനമെടുത്ത പെങ്ങളെ, അല്ല തരുന്ന നാലാമത്തെ പ്രതിഫലം എന്താ? അല്ല തരുന്ന നാലാമത്തെ പ്രതിഫലം എന്താ? ഈ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചു പോയെന്ന് വിളിച്ചു പറയുകയാണ്. പടച്ചവനെ, കേട്ടവർ നിന്റെ വീട്ടിലേക്ക് ഓടി വരികയാണ്. ടാർപ്പ് കെട്ടുകയാ, കസേര നിരത്തുകയാ, വീടിന്റെ സൈഡിൽ ചൂടുവെള്ളത്തിന് അടുപ്പ് കൂട്ടുകയാണ്, അവിടെ നിന്ന് വെള്ളം തയ്യാറാക്കുകയാണ്. പടച്ചവനെ, എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോ നിന്റെ ജനാസ എടുത്തുകൊണ്ട് വീടിന്റെ സൈഡിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. നഖത്തിനടിയിൽ അഴുക്കുകൾ എടുത്ത് കളയുകയാണ്, നജസ്സുകൾ കഴുകി വൃത്തിയാക്കുകയാണ്, നിന്നെ നല്ലതുപോലെ കുളിപ്പിക്കുകയാണ്. റബ്ബേ, അവിടെ ഒളിവെടുപ്പിക്കുകയാ, ശരീരം തുടച്ചു വൃത്തിയാക്കുകയാ. നിന്റെ
നിന്റെ തുണിയെല്ലാം അഴിച്ചു മാറ്റിയിട്ട് പുതിയ തുണിക്കകത്ത് നിന്നെ പൊതിയുകയാ. അല്ലാഹുവേ, നിന്റെ ജനാസ പൊതിയുകയാണ്. എന്നിട്ട് പറയുന്നു, മാറി നിൽക്ക്, മാറി നിൽക്ക്, മാറി നിൽക്ക്, എല്ലാവരും മാറി നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജനാസ എടുത്തുകൊണ്ട് വരികയാണ്. 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കിടത്തുകയാ. ഉസ്താദന്മാര് വന്നോ, നാട്ടുകാര് വന്നോ, കുടുംബക്കാര് വന്നോ, കൂടപ്പറപ്പുകൾ വന്നോ, കൂട്ടുകാര് വന്നോ, എല്ലാവരും നിന്റെ വീട്ടിലേക്ക് നീ വിളിക്കാതെ തന്നെ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഉസ്താദ് ചോദിക്കുന്നു, പഞ്ഞി എവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാണ് പഞ്ഞി ചോദിക്കുന്നതെന്നറിയോ? നിനക്കുള്ള ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പഞ്ഞി വെക്കുകയാണ്. കാണേണ്ടവരൊക്കെ കണ്ടോ പൊതിയാൻ പോകുകയാണ്. എല്ലാവരും നിന്നെ കാണാൻ വരികയാണ്. അപ്പോഴാണ് വിളിച്ചു പറയുന്നത്, കണ്ടതൊക്കെ മതി പൊതിയാൻ, കണ്ടതൊക്കെ മതി പൊതിയാൻ. നിന്റെ ജനാസ പൊതിഞ്ഞു. ഈ പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കട്ടിലിലേക്ക് നിന്റെ ജനാസ എടുത്ത് കിടത്തി. ഇനി ആര് ചുമക്കണം? ഇനി ആരാ നിന്നെ ചുമക്കേണ്ടത്? നീ സാധാരണ ഒരാളല്ല, നീ സാധാരണ ഒരാളല്ല വാപ്പാ. അള്ളാന്റെ ഖുർആനിനെ സ്നേഹിച്ചവൻ, അള്ളാന്റെ ഖുർആനിനെ സ്നേഹിച്ചവൻ. വമൻ കാന യർജൂ ലിഖാ അല്ലാഹ് ഫൽയുക്രിം അഹ്ലല്ലാഹ്. നീ ആരാണെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആനിനെ സ്നേഹിക്കുന്നവർ അള്ളാഹുവിന്റെ അടുത്തവരാണ്. അള്ളാഹുവിന്റെ അടുത്ത ആൾക്കാര്, അള്ളാഹുവിന്റെ അടുത്ത ആൾക്കാര്, അള്ളാഹുവിന്റെ അടുത്ത ആൾക്കാരായ ഈ VIP ആയ നീ മരിച്ച ആരാ ചുമക്കേണ്ടത്? കള്ളുകുടിയനാണോ? വ്യഭിചാരിയാണോ? നിസ്കരിക്കാത്തവനാണോ? തോന്നിവാസം കാണിച്ച് നടക്കുന്നവനാണോ? ഇല്ല വാപ്പാ. നിങ്ങളുടെ നാട്ടിലൊരു VIP മരിച്ച VIP വരും. നിങ്ങളുടെ നാട്ടില് ഒരറിയപ്പെടുന്ന ഒരാള് മരിച്ച അവരെ കാണാൻ VIP വരൂലേ? VIP വരൂലേ? ഒരു മന്ത്രി മരിച്ച, ഒരു MLA മരിച്ച, പടച്ചവനെ എല്ലാ ആൾക്കാരും വരും. പോലീസുകാര് വരെ വന്ന് ആദരവ് കൊടുക്കും അവർക്ക്. എങ്കിൽ അള്ളാഹുവിന്റെ ആളായ നീ മരിച്ച നിന്റെ വീട്ടിലും വരും VIP. നിന്റെ വീട്ടിലും VIP വരും. നിന്റെ ജനാസ ചുമക്കാൻ VVIPകൾ നിന്റെ വീട്ടിലേക്ക് വരും. അവരാരാ? കേരള പോലീസല്ല, കേരള പോലീസല്ല, അള്ളാഹുവിന്റെ സൈന്യം വരും. ആകാശത്ത് നിന്ന് 70,000 മലക്കുകൾ വരും നിന്റെ വീട്ടിൽ നിന്റെ ജനാസ ചുമക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആര് വരുവിടാ ചങ്ങാതി? അള്ളാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചവനെ നിന്റെ ജനാസ ചുമക്കാൻ ആകാശത്ത് നിന്ന് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അള്ളാന്റെ മലക്ക് വരും. അതാണ് ചില ജനാസകൾ ചുമന്നുകൊണ്ട് പോകുമ്പോ ആൾക്കാർ ചോദിക്കും, ഞാൻ പിടിക്കട്ടെ? വേണ്ട, വേണ്ട, മയ്യത്തിന് ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല. മറ്റു ചിലരുടെ ജനാസ ചുമക്കുമ്പോ വല്ലാത്ത ഭാരം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെങ്ങളെ, നീ വീടിനകത്തിരുന്നു നിന്റെ മരുമകളും നിന്റെ മകളും TV കണ്ട് സീരിയലും കണ്ടിരുന്നപ്പോ അതേ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതിയ നിന്റെ ജനാസ ചുമക്കാൻ നാട്ടുകാര് വേണ്ട, അള്ളാന്റെ മലക്കുകൾ ഇറങ്ങി വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 5 മരണ വീട്ടിൽ എല്ലാരും കരയും.
മരണ വീട്ടിൽ എല്ലാരും കരയും. അവര് കരയുന്നത് എല്ലാവരും കാണും. ഞാൻ പറയുന്നത് അവരെയല്ല കരയിപ്പിക്കേണ്ടത്. ഞാൻ പറയുന്നത് അവരെയല്ല കരയിപ്പിക്കേണ്ടത്. ആരെ കരയിപ്പിക്കണം? നിങ്ങളുടെ ഈ പള്ളിയിലെ ഖബർ കുഴിക്കുന്നവൻ കരയണം. നിങ്ങളുടെ നാട്ടിൽ ഖബർ വെട്ടുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ മനസ്സ് നിറയണമടോ. ഖബർ വെട്ടി നിന്നെ മയ്യത്തടക്കിയിട്ട് വീട്ടിൽ പോകുമ്പോ ആ മനുഷ്യൻ തന്നെ ഭാര്യയോട് പറയണം, ഇന്ന് എളുപ്പത്തിൽ കഴിഞ്ഞു എല്ലാം, ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഖബർ കുഴിക്കുന്ന ആളെ നിനക്കറിയല്ലോ, ചെന്നിട്ട് ചോദിക്ക്, ആർക്കെങ്കിലും വേണ്ടി ഖബർ വെട്ടിയപ്പോ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഖബർ വെട്ടുന്ന ആളെ നിങ്ങൾക്ക് അറിയുമല്ലോ, ചോദിച്ചു നോക്ക്. നാളെ രാവിലെ പോയി നിങ്ങൾ ചോദിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ആ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല, തെളിവ് വേണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ 3 സ്വലാത്ത് സ്വല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 30ാമത്തെ വയസ്സിലാണ് മുസ്ലിമാകുന്നത്. 36ാമത്തെ വയസ്സിൽ വഫാത്താവുകയാണ്. 6 വർഷമാണ് മുസ്ലിമായി ജീവിച്ചത്. ആ സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനം കുലുങ്ങുകയാ. അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി. പടച്ചവനെ, സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മുഖം കണ്ടപ്പോ എന്തൊരു പ്രകാശമാ സഅദ്, എന്തൊരു പുഞ്ചിരിയാ സഅദ്. കണ്ടവർ സഅദിനോട് ചോദിക്കുകയാണ്, പടച്ചവനെ, വല്ലാത്ത ഒരു മരണമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ജനാസ കഫം പൊതിഞ്ഞു. സഅദ് എന്ന് പറയുന്ന സഹാബിയുടെ ജനാസ ചുമന്നുകൊണ്ട് പോകുമ്പോ സ്വഹാബികൾ പറയുന്ന ഭാരമില്ല, ജനാസയ്ക്ക് ഭാരമില്ല, ജനാസയ്ക്ക് ഭാരമില്ല. അവർ പരസ്പരം അവിടെ പറയുകയാ, അല്ലാഹുവേ, സഹാബത്ത് നോക്കുമ്പോ നബി തങ്ങൾ തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാണ്. നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ സ്ഥലമില്ല സ്വഹാബ? 70,000 മലക്കുകൾ ഇറങ്ങി വന്നു സ്വഹാബ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. സഅദ് എന്ന് പറയുന്ന സ്വഹാബിക്ക് ഖബർ വെട്ടുമ്പോ ഖബർ കുഴിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധം, മണ്ണിന് വല്ലാത്ത സുഗന്ധം. ആ മനുഷ്യന് ഖബറിനടിയിൽ നിന്ന് മണ്ണ് വാരി മടിയിൽ വെക്കുകയാണ്. അവിടെ നിന്ന് ഖബറടക്കി തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു മണ്ണ് സൂക്ഷിച്ചു വെക്കുകയാണ്. രാത്രിയാകുമ്പോ വീടിനകത്ത് വല്ലാത്ത സുഗന്ധമാ, പരിമളം അടിച്ചു വീശുകയാണ്. എവിടെ നിന്നാ അല്ലാഹ്, എവിടെ നിന്നാ അല്ലാഹ്? ചെന്ന് നോക്കുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിനകത്ത് നിന്ന് വാരിക്കൊണ്ട് വന്ന മണ്ണുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, കസ്തൂരിയെ പോലെ വല്ലാത്ത സുഗന്ധമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ കുടിച്ച മനുഷ്യന് സഅദ് തങ്ങളെ സ്വപ്നം കാണുകയാണ്. സഅദ്, നിനക്ക് ഈ പ്രതിഫലം എങ്ങനെ കിട്ടി സഅദ്? എന്ത് നന്മ ചെയ്തിട്ടാ സഅദ്? സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ ഓതിയ ഖുർആൻ, ഞാൻ പിടിച്ച സുന്നത്ത്
നോമ്പ് ഇതിന് പകരം അല്ലാഹു എനിക്ക് തന്നതാണെന്ന് ചരിത്രം അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ആദരിക്കണേ, അതിനെ ബഹുമാനിക്കണേ. ഒന്നുമില്ലാതെ തുടല്ലേ, ഖിബലയുടെ നേരെ ഇരുന്ന് പാരായണം ചെയ്യണേ. ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കരുത്. ഇതൊക്കെ ഖുർആനുമായിട്ടുള്ള മര്യാദയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വഇൻ തദ്ഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ ومن أظلم ممن ذكر بآيات ربي ثم أعرض عنها إنا من المجرمين منتقمون ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لما حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا ونسيتها وكذلك اليوم تنسى. 10 ആയത്തുകളിൽ 3 ആയത്ത് പഠിച്ചു. ഈ 3 ആയത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം കറക്റ്റ് 11 മണിയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതും അല്ലാഹു ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് സുഖമില്ലാത്തത് കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും 2 ദിവസം ഒഴിവുള്ളത് കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുന്നു. തൊണ്ടയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഇനി ആയുസ്സും ആരോഗ്യവും തരുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടാനും ഇൻഷാ അല്ലാഹ് നന്മകൾ പറയാനും കേൾക്കാനും അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്തൂടെ ഇൻഷാ അല്ലാഹ്. ലേലം വിളി ഉണ്ടോ? എന്താ ലേലം വിളിക്കും? ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർ ആരെങ്കിലും ലേലം വിളിച്ചാൽ പോരാ. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് പറഞ്ഞേ. സ്വല്ലല്ലാഹു ദുആ ചെയ്തൂടെ? നിങ്ങളെന്തൊരു പിണക്കമുള്ളത് ചെയ്തൂടെ? ശബ്ദമല്ലേ അല്ലാഹു തന്നിരിക്കുന്ന ശബ്ദം, അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രയാസം അല്ലാഹു ശിഫ നൽകുമാറാണ്. ദുആ ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങളെ, നമ്മൾ ദുആ പ്രതീക്ഷിച്ച എല്ലാവരും വന്നു. ദുആയ്ക്ക് ഇജാബത്താണ് നമുക്ക് വേണ്ടത്. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാണ്. ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. അല്ലാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. ഈ സ്ഥലപ്പേരെന്താ? പൂഴനാട് നിൽക്കുക. നിങ്ങൾ പൂഴനാട് നിന്ന് കാട്ടാക്കടയ്ക്കല്ലേ ഇവിടെ അടുത്തിട്ടോ, കാട്ടാക്കടയ്ക്ക് പോകുന്ന ഒരു ബസ് വന്നു. പൂഴനാട് നിന്ന് കാട്ടാക്കടയ്ക്ക് പോകുന്ന ഒരു ബസ് വന്നപ്പോ ചാടി ബസ്സിനകത്ത് കയറി സീറ്റിൽ പോയി ഇരിക്കുന്നുണ്ട്. കണ്ടക്ടർ വരുന്നുണ്ട്. അപ്പൊ നീ കസേര സീറ്റിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് പറയുകയാ, കാട്ടാക്കടയ്ക്ക് പോകുന്ന ബസ്സിനകത്ത് കയറി ഇരുന്നിട്ട് പറയുന്നു, പടച്ചോനെ അള്ളാഹുവേ എന്നെ നീ ആര്യനാടെത്തിക്കണേ എന്ന് ദുആ ചെയ്താ ചെല്ലുവോ? കാട്ടാക്കടയ്ക്ക് പോകുന്ന ബസ്സിനകത്ത് കയറി ഇരുന്നിട്ട് കള്ളിക്കാട് പോണോന്ന് ദുആ ചെയ്താ ചെല്ലുവോ? പറയടോ, ചെല്ലുവോ? നീ അള്ളാനോട് പറയുന്നു, പടച്ചവനെ എനിക്ക് നല്ല മരണം തരണം. നീ എന്ത് ചെയ്തിട്ടാ ചോദിക്കുന്നത്?
എന്ത് ചെയ്തു വെച്ചിട്ടാ നിങ്ങളൊക്കെ അള്ളാഹുവിനോട് നല്ല മരണം ചോദിക്കണത്? വെള്ളിയാഴ്ച രാവിലെ ഷഹീദിനെ പോലെ ഒളുവോടുകൂടി നന്മ ചെയ്ത് തൗബ ചെയ്ത് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ചിരിച്ചുകൊണ്ട് മരിക്കണം. എന്ത് ചെയ്തിട്ട്? നിന്റെ ജീവിതത്തിൽ ചെയ്ത അള്ളാഹു സ്വീകരിച്ചെന്ന് ഉറപ്പുള്ള ഒരു നന്മ പറഞ്ഞേ. 100 ഒന്നും വേണ്ട, ഒരു നന്മ പറ. നിന്റെ ജീവിതത്തിൽ അള്ളാഹു ഇത്രയും കൊല്ലത്തിന്റെ ഇടയിൽ സ്വീകരിച്ചെന്ന് ഉറപ്പുള്ള ഒരു നന്മ പറയടോ. നമ്മുടെ കയ്യിലില്ല. അപ്പൊ നീ ഇന്ന് രാത്രി മരിച്ച എന്ത് ചെയ്യും? ഇന്ന് രാത്രി മരിച്ച എന്ത് ചെയ്യും? മോനെ 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 എന്ന് പറഞ്ഞ് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന വാപ്പയാണ് എനിക്കറിയാം. എന്നാ ഇന്ന് രാത്രി നീ മരിച്ച ഈ മോൻ നിന്റെ മയ്യത്ത് കുളിപ്പിക്കൂ? ഇല്ല. അവനറിയില്ല. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും അവനറിയില്ല. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും നിന്റെ മോക്കറിയത്തില്ല. അപ്പൊ പിന്നെ അതും പോയി. എന്ത് കണ്ടോണ്ടാ സഹോദര ഇങ്ങനെ നടക്കണേ?